Good morning, students. Welcome to the video. Next topic is amplitude or peak value of an alternating quantity. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ അത് കറണ്ട് ആകാം, വോൾട്ടേജ് ആകാം, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിള്, ദിസ് ഈസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി നോക്കുക, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇവിടെയാണ് മാക്സിമം വാല്യൂ. ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് മാക്സിമം വാല്യൂ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ കേസിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ. ഇപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് നോൺ ആസ് പീക്ക് വാല്യൂ അഥവാ ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇത് കറണ്ട് ആകാം അല്ലെങ്കിൽ വോൾട്ടേജ് ആകാം. ഇവിടുത്തെ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കറണ്ട് ആകാം അല്ലെങ്കിൽ വോൾട്ടേജ് ആകാം. ഓക്കെ, കറണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ IM. IM എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ എന്നാണ് പറയുന്നത്. പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, അതാണ് IM കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, മാക്സിമം വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ IP എന്ന് പറയും, അല്ലെങ്കിൽ IMAX എന്ന് പറയും. IMAX എന്ന് പറയും, അതായത് മാക്സിമം വാല്യൂനെ സൂചിപ്പിക്കുന്ന IMAX, അല്ലെങ്കിൽ പീക്ക് വാല്യൂനെ സൂചിപ്പിക്കുന്നത് IP. ഇത് കറണ്ട് ആണെങ്കിൽ ഓക്കെ, ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ IM ഉപയോഗിക്കും, അല്ലെങ്കിൽ IMAX ഉപയോഗിക്കും, അല്ലെങ്കിൽ IP ഉപയോഗിക്കും. വോൾട്ടേജ് ആണെങ്കിലോ, വോൾട്ടേജിന്റെ സിമ്പൽ V ആണ്. അപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് പറയാൻ അല്ലെങ്കിൽ പീക്ക് വാല്യൂ പറയാൻ VM ഉപയോഗിക്കും, അല്ലെങ്കിൽ VMAX ഉപയോഗിക്കും, അല്ലെങ്കിൽ VP യൂസ് ചെയ്യും. ഇനി നോക്കാം, ഇതൊരു വോൾട്ടേജ് വേവ് ഫോം ആണെന്ന് വെച്ചു. ഇത് 0, ഇവിടുത്തെ വോൾട്ടേജ് 1, 2, 3, 4, 5, 6. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്ര? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂവിനെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്ര? ഇതാണ് മാക്സിമം വാല്യൂ. അതെത്ര? 6. അപ്പോൾ ഈ വോൾട്ടേജ് വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര? 6 വോൾട്ട്. എത്ര വോൾട്ട് ആണ്? 6 വോൾട്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ല, നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളും വേണമെങ്കിൽ എടുക്കാം. ഇത് 0, ഇത് -1, -2, -3, -4, -5, -6. ഓക്കെ, ഇവിടുത്തെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ എത്രയാണ്? -6. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 6 വോൾട്ട്. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 6 വോൾട്ട്. അപ്പോൾ നമുക്ക് പറയാം, ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് an alternating quantity is known as amplitude or peak value. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അത് കറണ്ട് ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? IM അല്ലെങ്കിൽ IMAX അല്ലെങ്കിൽ IP.
വോൾട്ട ആണെങ്കിൽ VM, Vmax അല്ലെങ്കിൽ VP. നെക്സ്റ്റ് പീക്ക് ടു പീക്ക് വാല്യൂ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയോ മാക്സിമം വാല്യൂ ആണ്. ഏതെങ്കിലും ഒന്നിന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്ക് വാല്യൂ ഈസ് കോൾഡ് പീക്ക് ടു പീക്ക് വാല്യൂ. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും പീക്കിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് എന്ന് പറയുന്നത് ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരും? ഇവിടം തൊട്ട് ഇവിടെ വരെ വരുന്നതാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം തൊട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമം വരെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. അതായത് ചുരുക്കം പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമത്തിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ മാക്സിമത്തിന്റെയും സമ്മാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. സം ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്ക് വാല്യൂ is called peak to peak value. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് വാല്യൂവിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് വാല്യൂവിന്റെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. സം ഓഫ് പോസിറ്റീവ് പീക്ക് ആൻഡ് നെഗറ്റീവ് പീക്ക് ഈസ് കോൾഡ് പീക്ക് ടു പീക്ക് വാല്യൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്കിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്കിന്റെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പീക്ക് ടു പീക്ക് വാല്യൂ എത്രയാണ്? നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് വാല്യൂ ഇവിടുന്ന് ഇവിടം വരെ എത്ര വോൾട്ട് ആണ്? ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 6 വോൾട്ട്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് വാല്യൂ എത്ര ആണോ? -1, -2, -3, -4, -6. അതിനകത്ത് മൈനസ് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ 6. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെയും പീക്ക് എത്ര ആണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് 6 വോൾട്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് 6 വോൾട്ട്. രണ്ടിനെയുടെ സം എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 വോൾട്ട്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ എത്രയാണ്? 6 + 6 12 വോൾട്ട്. അപ്പോൾ ഈ വേവ് ഫോമിൽ ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 6ഉം പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 12 വോൾട്ടുമാണ്. പീക്ക് ടു പീക്ക് വാല്യൂ 12 വോൾട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്കിന്റെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്കിന്റെയും സമ്മാണ്. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് 6 വോൾട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് 6 വോൾട്ടുമാണ്. 6 + 6 എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അപ്പോൾ സം ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് peak value is called peak to peak value. Okay? പോസിറ്റീവ് പീക്കിന്റെയും നെഗറ്റീവ് പീക്കിന്റെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ. അതായത് പോസിറ്റീവ് പീക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്, നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. പീക്ക് വാല്യൂ ആണെങ്കിലോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂവിനെയാണ് പീക്ക് വാല്യൂ എന്ന് വിളിക്കുന്നത്. പക്ഷെ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ പീക്ക് വാല്യൂ 6 വോൾട്ടും പീക്ക് ടു പീക്ക് വാല്യൂ 12 വോൾട്ടുമാണ്. ഓക്കെ, ഇനി it is represented by IPP. Okay, IPP പീക്ക് ടു പീക്ക് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ, പീക്ക് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് IP ആണ്. പീക്ക് ടു പീക്ക് ആണെങ്കിൽ IPP. I എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പീക്ക് ടു പീക്ക് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് IPP കൊണ്ട്.
അല്ലെങ്കിൽ ഐ പീക്ക് ടു പീക്ക് ഉണ്ട്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ പി പി. പി പി എന്ന് ഉദ്ദേശിക്കുന്നത് പീക്ക് ടു പീക്ക് എന്നാണ്, അല്ലെങ്കിൽ ഐ പീക്ക് ടു പീക്ക്. ഓക്കെ, അപ്പോൾ ദിസ് പീക്ക് ടു പീക്ക് വാല്യൂ ഇസ് റെപ്രസെന്റഡ് ബൈ ഐ പി പി അല്ലെങ്കിൽ ഐ പീക്ക് ടു പീക്ക്. ഇനി പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അപ്പോൾ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് അഥവാ പീക്ക് വാല്യൂവിന്റെ ഡബിൾ ആണ്. ഓക്കെ, the peak to peak value of an alternating quantity is equal to double of peak value. പീക്ക് വാല്യൂ അഥവാ ആംപ്ലിറ്റ്യൂഡിന്റെ ഡബിൾ ആയിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ പീക്ക് വാല്യൂ അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 6 വോൾട്ടും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 12 വോൾട്ടുമാണ്. 6ന്റെ ഡബിൾ അല്ലേ 12. അപ്പോൾ എപ്പോഴും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് it is double of peak value or amplitude. ആംപ്ലിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ പീക്ക് വാല്യൂവിന്റെ ഡബിൾ ആയിരിക്കും പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഐ പി പി അഥവാ ഐ പീക്ക് ടു പീക്ക്. ഓക്കെ, next, instantaneous value. Instantaneous എന്താണ് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ? The value of alternating quantity at a particular moment is called instantaneous value. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു പർട്ടിക്കുലർ മൊമെന്റിലുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഇതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഇതിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിലുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെന്റിലുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ, വാല്യൂ ഓഫ് an alternating quantity at a particular moment or particular instant is called instantaneous value. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിലോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലോ ഉള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു പർട്ടിക്കുലർ മൊമെന്റിലുള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ഓക്കെ.